ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് അരിസ്റ്റോട്ടലിന്റെ നോഷൻ ഓഫ് എ ട്രാജിക് ഹീറോ. അരിസ്റ്റോട്ടലിന്റെ കോൺസെപ്റ്റ് ഓഫ് എ ട്രാജിക് ഹീറോ അരിസ്റ്റോട്ടലിന്റെ തന്നെ വർക്ക് ആയിട്ടുള്ള പോയറ്റിക്സിനകത്ത് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പോയറ്റിക്സ് എന്ന് പറയുന്നത് ഡ്രമാറ്റിക് തിയറിയെ കുറിച്ചുള്ള ഒരു ഫൗണ്ടേഷൻ വർക്കാണ്. അപ്പോൾ ട്രാജിക് ഹീറോ അരിസ്റ്റോട്ടൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ചെറുതായിട്ട്. അരിസ്റ്റോട്ടലിന്റെ ട്രാജിക് ഹീറോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടൽ, ഒരു ട്രാജിക് ഹീറോ എന്ന് പറയുന്നത് ട്രാജഡിയിൽ അല്ലെങ്കിൽ ഗ്രീക്ക് ട്രാജഡിയിലെ സെൻട്രൽ ഫിഗർ ആണ്. ആ ഒരു പ്ലേയുടെ അല്ലെങ്കിൽ നാടകത്തിന്റെ ഇമോഷണൽ ആൻഡ് മോറൽ കോർ എന്ന് പറയുന്ന ഈ ട്രാജിക് ഹീറോ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അയാൾ പെർഫെക്റ്റ്ലി വെർച്വസും ആകാനും പാടില്ല, അട്ടേർലി വിക്കഡ് ക്യാരക്ടർ ആവാനും പാടില്ല. അതായത് ഫുള്ളി ഈവിളും ആവാൻ പാടില്ല, ഫുള്ളി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആവാനും പാടില്ല. ഹീറോ എന്ന് പറയുന്നത് ഹൈ സ്റ്റേറ്റസ് ഉള്ള ഒരാളായിരിക്കണം. എക്സാമ്പിൾ ഈഡിപ്പസിനെ പോലെയോ അല്ലെങ്കിൽ ഹാംലെറ്റിനെ പോലെയോ. എന്നാൽ മാത്രമേ ആ ഹീറോയുടെ ഫോള്, അയാളുടെ ഡിക്ലൈൻ ഓഡിയൻസിന് വളരെ സിമ്പത്തറ്റിക് ആയിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ ഡീപ്പായിട്ട് ഇമ്പാക്റ്റ് കൊടുക്കത്തുള്ളൂ. ഹീറോ അപ്പോൾ അദ്ദേഹത്തിന്റെ ഡൗൺഫോൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ, എന്തെങ്കിലും ഒരു ഈവിൾ ആയിട്ടുള്ളൊരു കാര്യം കൊണ്ടായിരിക്കരുത്, അദ്ദേഹത്തിന്റെ ക്യാരക്ടറിലുള്ള ഒരു ഫോൾട്ട് കൊണ്ടായിരിക്കണം. അതായത് ട്രാജിക് ഫ്ലോ കൊണ്ടായിരിക്കണം. ട്രാജിക് ഫ്ലോ എന്ന് വെച്ചാൽ ഹമേർഷ്യ. ഹമേർഷ്യ എന്ന് വെച്ചാൽ എന്താണ്? പ്രൈഡ് എന്നാണ്, അല്ലെങ്കിൽ ഇഗ്നോറൻസ്, അല്ലെങ്കിൽ ഒരു മോറൽ ബ്ലൈൻഡ്നെസ്സും ഉണ്ട്. അപ്പോൾ ട്രാജിക് ഹീറോയുടെ ഈ ഒരു ഡൗൺഫോൾ നമ്മുടെ ഉള്ളിൽ അല്ലെങ്കിൽ ഓഡിയൻസിന്റെ ഉള്ളിൽ പിറ്റി അല്ലെങ്കിൽ ഫിയർ ഇൻവോക്ക് ചെയ്യണം, ഉണ്ടാക്കണം. അപ്പോൾ പിറ്റി എന്ന് വെച്ചാൽ അയാളുടെ സഫറിംഗ് കൊണ്ട് നമ്മുടെ മനസ്സിലൊരു പിറ്റി തോന്നണം. ഫിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് കുഡ് ഹാപ്പൻ ടു എനി വൺ, നോട്ട് ജസ്റ്റ് ദ ഹീറോ ഇൻ ദ പ്ലേ. അത് ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ളൊരു ഫിയർ ആളുകളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഈ ഒരു ഇമോഷണൽ എക്സ്പീരിയൻസ് ആണ് ലീഡ്സ് ടു കഥാർസിസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇമോഷണൽ പ്യൂരിഫിക്കേഷൻ ഇൻ ദി ഓഡിയൻസ്. സോ ഈ ഹീറോയുടെ ഡൗൺഫോൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇന്നെവിറ്റബിൾ ആണ്, അത് സംഭവിച്ചേ കൂടുകയുള്ളൂ. അദ്ദേഹത്തിന്റെ തന്നെ ആക്ഷൻസ് കൊണ്ടാണ്. ഫേറ്റും ഫ്രീ വില്ലും കാണും അതിനകത്ത്, എന്നാലും അദ്ദേഹത്തിന്റെ തന്നെ ആക്ഷൻസ് കൊണ്ടായിരിക്കണം അദ്ദേഹം ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ട്രാജിക് ഹീറോയ്ക്ക് അനക്നോറിസിസ് അല്ലെങ്കിൽ ഒരു റെക്കഗ്നീഷൻ ഉണ്ടായിരിക്കണം, ഒരു മൊമെന്റ് ഓഫ് റിയലൈസേഷൻ ഉണ്ടായിരിക്കണം അയാളുടെ മിസ്റ്റേക്ക് എന്താണെന്നുള്ളത്. ആൻഡ് ഓൾസോ ഹി മസ്റ്റ് എക്സ്പീരിയൻസ് പെരിപെറ്റിയ എന്ന് വെച്ചാൽ റിവേഴ്സൽ ഓഫ് ഫോർച്യൂൺ ഉണ്ടായിരിക്കണം. അയാളുടെ സർക്കംസ്റ്റൻസസ് ഫ്രം ഗുഡ് ടു ബാഡ് ആകണം. ഫോർ എക്സാമ്പിൾ ഈഡിപ്പസ് റെക്സിനകത്തുള്ളത് അരിസ്റ്റോട്ടല പെർഫെക്റ്റ് ട്രാജിക് ഹീറോ ആണ് ഈഡിപ്പസ്. അയാൾ നോബിൾ ആണ്, ഇന്റലിജന്റ് ആണ്, പക്ഷേ അയാളുടെ പ്രൈഡും ഇഗ്നോറൻസും കൊണ്ടാണ് അയാൾ ഡിക്ലൈൻഡ് ആവുന്നത്, അല്ലെങ്കിൽ അയാളുടെ ഡൗൺഫോൾ ഹാപ്പൻ ചെയ്യുന്നത്. ബിക്കോസ് ഈഡിപ്പസ് കിൽസ് ഹിസ് ഓൺ ഫാദർ ആൻഡ് മാരീസ് ഹിസ് മദർ അൺനോയിങ്ലി. അപ്പോൾ ആ ഒരു റെക്കഗ്നീഷൻ സീനിൽ അയാൾ ട്രൂത്ത് അറിയുമ്പോൾ വളരെ പിറ്റി ആൻഡ് ടെറർ നമ്മളിൽ ഉണ്ടാക്കുന്നു. ഹാംലെറ്റ് എന്ന് പറയുന്നതും ഇതുപോലെ തന്നെയാണ്. നോബിൾ ആണ്, ഇന്റലക്ച്വൽ ആണ്, പക്ഷേ അയാൾക്കൊരു ഇൻഡിസിഷൻ, അതായത് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ അയാൾ വളരെ വീക്കാണ്. അയാളുടെ ഫേറ്റൽ ഫ്ലോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹമേർഷ്യ എന്ന് പറയുന്നത്, ട്രാജിക് ഫ്ലോ എന്ന് പറയുന്നത് പ്രോക്രാസ്റ്റിനേഷൻ ആണ്. അങ്ങനെ എന്താ പറയുക, ഡിലേ ചെയ്തുകൊണ്ടേയിരിക്കും, പിന്നെ ആവട്ടെ എന്നും പറഞ്ഞു. മാക്ബത്തിന്റെ ട്രാജിക് ഫ്ലോ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു, അംബീഷൻ. അയാളുടെ ഹമേർഷ്യ അതാണ്. അയാളൊരു ബ്രേവ് ഹീറോ ആണെങ്കിലും അയാളുടെ അംബീഷൻ കാരണമാണ് അയാൾ എല്ലാ മേർഡേഴ്സും അയാൾ ചെയ്യുന്നത്. അപ്പോൾ ട്രാജിക് ഹീറോയുടെ ഫോൾ വളരെ ഗ്രേറ്റർ ആയിരിക്കണം, അത് ഡിസേർവിംഗ് ആയിരിക്കണം. അപ്പോൾ ഹീറോയുടെ ഫേറ്റ് എന്ന് പറയുന്നത് ഗോഡിന്റെ ഒരു ജസ്റ്റിസ് പോലെ തന്നെയാണ്. അയാളുടെ സഫറിംഗ് എന്ന് പറയുന്നത് ഒരു മോറൽ അല്ലെങ്കിൽ സ്പിരിച്വൽ എൻലൈറ്റൻമെന്റ് ഓഡിയൻസിന്റെ ഇടയിൽ കൊണ്ടുവരണം. ആൻഡ് അരിസ്റ്റോട്ടിൽ ഇൻസിസ്റ്റ് ചെയ്തിരിക്കുന്ന ട്രാജഡി എന്ന് പറയുന്നത് ഷുഡ് ബി സീരിയസ് ആയിരിക്കണം, കംപ്ലീറ്റ് ആയിരിക്കണം. അതിന് അത്രത്തോളം മാഗ്നിറ്റ്യൂഡ് നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യാനും സാധിക്കണം. ഓക്കെ, മോഡേൺ ഡ്രാമയിൽ ട്രാജിക് ഹീറോസ് എന്ന് പറയുമ്പോൾ വില്ലി ലോമാൻ്റെ ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ അതായത് വില്ലി ലോമാൻ എന്ന് പറഞ്ഞ ഇതിനകത്തൊരു ക്യാരക്ടറാണ് ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ എന്നുള്ള പ്ലേക്കകത്ത്, ആ ഒരു വർക്കിനകത്ത്. അപ്പോൾ അത് ഒരു കോമൺ മാൻ്റെ ട്രാജഡിയാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സ്റ്റേജ് പ്രോപ്പർട്ടി ഇൻ ദ എലിസബത്തൻ തിയേറ്റർ. സ്റ്റേജ് പ്രോപ്പർട്ടീസിനെ നമ്മൾ പ്രോപ്സ് എന്ന് വിളിക്കാറുണ്ട്. എലിസബത്തൻ തിയേറ്ററിൽ എസെൻഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. സീനറി നമ്മുടെ എലിസബത്തൻ തിയേറ്ററിൽ വളരെ മിനിമൽ ആയിരുന്നു. ആൻഡ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നതാണ് അതിൻ്റെ സെറ്റിങ്ങും ടൈമും മൂഡും എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. പ്രോപ്പർട്ടീസ് പോർട്ടബിൾ ആണ് ആൻഡ് സിംബോളിക് ആയിരുന്നു. റിയലിസ്റ്റിക്കൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഒന്നുമില്ല. ഇപ്പോൾ ഗ്ലോബ് തിയേറ്ററിലാണെങ്കിലും റോസ് തിയേറ്റർ എന്ന് വെച്ചാൽ ലാർജ്ലി സ്റ്റേജ് എംറ്റി ആയിരുന്നു. കാരണം പ്രോപ്സും ഫർണിച്ചറും വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. കോസ്റ്റ്യൂംസും ഹാൻഡ് ഹെൽഡ് ഐറ്റംസും എല്ലാം ഉണ്ടായിരുന്നു. കോമൺ പ്രോപ്സ് എന്ന് വെച്ചാൽ വാള്, സ്വോർഡ്, ക്രൗണ്, ലെറ്റേഴ്സ്, അതൊക്കെയായിരുന്നു. അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് ഐഡന്റിഫൈ ചെയ്യുന്ന ഓഡിയൻസ് ഓരോ ക്യാരക്ടറും ഏത് സോഷ്യൽ റാങ്കിൽ പെടുന്നവരാണെന്നുള്ളത്. ഫോർ എക്സാമ്പിൾ ഹാംലെറ്റിന്റെ സ്കൾ എന്ന് പറയുന്നത് മോർട്ടാലിറ്റി ആൻഡ് ഹ്യൂമൻ വാനിറ്റിയെ കാണിക്കുന്നു. മാക്ബത്തിലെ വിച്ചിന്റെ ആ ഒരു ഇതെന്ന് പറയുന്നത് മിസ്റ്ററി ആൻഡ് സൂപ്പർ നാച്ചുറലിനെ കാണിക്കുന്നു. സ്റ്റേജിലെ ബ്ലഡ് എന്ന് പറയുന്നത് പിഗിന്റെ ബ്ലഡ് ആയിരുന്നു, അല്ലെങ്കിൽ കളേർഡ് ക്ലോത്ത്സ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. പിന്നെന്താണ്, പ്രോപ്പർട്ടി മാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ. ഫ്ലാഗ്സ്, ത്രോൺസ്, ബാനേഴ്സ് ഇതെല്ലാം ഉണ്ടായിരുന്നു റോയൽ അല്ലെങ്കിൽ ബാറ്റിൽ സീൻ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ എലിസബത്തൻ സ്റ്റേജിൽ കേർട്ടൻസ് ഒന്നും ഇല്ലായിരുന്നു. പ്രോപ്പർട്ടീസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിനനുസരിച്ചാണ് ഇതെല്ലാം സീൻ ചേഞ്ച് കാണിച്ചിരുന്നത്. മിനിമൽ ഫർണിച്ചറേ ഉണ്ടായിരുന്നുള്ളൂ. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സും സൗണ്ട് ഡിവൈസസും ഉണ്ടായിരുന്നു. മാസ്കും ടോർച്ചസും ഒക്കെ ഉണ്ടായിരുന്നു നൈറ്റ് സീനിൽ വേണ്ടി.
ലെറ്റേഴ്സ് അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് എല്ലാം ക്യാരി ചെയ്തിരുന്നു പ്ലോട്ട് റിവീൽ ചെയ്യാൻ വേണ്ടി. പിന്നെ അതുപോലെ തന്നെ എന്താണ്, ജൂലിയസ് സീസർ എന്നുള്ള പ്ലേക്കകത്ത് ഡാഗർ കത്തി, അത് അസാസിനേഷൻ സീനെ ഡ്രമാറ്റൈസ് ചെയ്യാൻ വേണ്ടി അതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. കിങ് ലിയർ എന്നുള്ള പ്ലേക്കകത്ത് ക്രൗണും മാപ്സും ഒക്കെ റിപ്രസെന്റ് ചെയ്യുന്നു ആ ഒരു രാജാവിന്റെ അല്ലെങ്കിൽ കിങ്ഡത്തിന്റെ പവർ ആൻഡ് ഡിവിഷനെ കാണിക്കാൻ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ജാക്കോബിയൻ ഡ്രാമയുടെ ഫീച്ചേഴ്സ് ആണ്. ജാക്കോബിയൻ ഡ്രാമ എന്ന് പറയുന്നത് കിങ് ജെയിംസ് ഫസ്റ്റിന്റെ ആ ഒരു റൂളിന്റെ സമയത്തുള്ളതാണ് ജാക്കോബിയൻ ഡ്രാമ. ആ സമയത്ത് എഴുതിയിട്ടുള്ള നാടകങ്ങൾ, അതായത് 1603 to 1625. എലിസബത്തൻ ഏജ് ആണിത്. എലിസബത്തൻ ഏജ് കഴിഞ്ഞിട്ടുള്ളതാണ് ജാക്കോബിയൻ ഏജ് എന്ന് പറയുന്നത്. റിവെഞ്ച് ആൻഡ് കറപ്ഷൻ ഉണ്ടായിരുന്നു. പിന്നെന്താണ്, ട്രാജഡി വളരെ വയലന്റ് ആൻഡ് സെൻസേഷണൽ പ്ലേസ് ആയിരുന്നു. ജോൺ വെബ്സ്റ്ററിന്റെ ഡച്ചസ് ഓഫ് മാൽഫി, അതിനകത്ത് ഡെത്ത് ആൻഡ് ഡീക്കയെ കുറിച്ച് പറഞ്ഞു. അതിന്റെ ഹീറോയിൻ ഡച്ചസ് ആണ്. അവരവരുടെ ബ്രദേഴ്സിനെ റിജക്ട് ചെയ്യുന്നു. ആൻഡ് റിജക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവരെക്കാട്ടിലും താഴ്ന്ന ഒരു റാങ്കിലുള്ള ഒരാളെ കല്യാണം കഴിക്കുന്നു. ആൻഡ് ലീഡിങ് ടു എ ബ്രൂട്ടൽ മർഡർ, അവരെ കൊല്ലുവാണ് ബ്രദേഴ്സ്. അപ്പോൾ വെബ്സ്റ്ററിന്റെ പ്ലേക്കകത്തെല്ലാം ഫീമെയിൽ ആ ഒരു ഡിറ്റർമിനേഷനും റെസീലിയൻസും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. മെയിൽ ക്രൂവൽറ്റിയാണ് അദ്ദേഹം കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ജാക്കോബിയൻ പ്ലേ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ ബെൻ ജോൺസൺ ഉണ്ട്, ജോൺ വെബ്സ്റ്റർ ഉണ്ട്, തോമസ് മിഡിൽട്ടൺ ഉണ്ട്. ബെൻ ജോൺസന്റെ വോൾപൂൺ എന്ന് പറയുന്നതിനകത്ത് ഒരു സ്റ്റോറി ഓഫ് എ വെൽത്തി വെനീസിലുള്ളൊരു മാൻ്റെ ഒരു സ്റ്റോറിയാണ്, അയാളുടെ ഗ്രീഡാണ് പറയുന്നത്. പിന്നെ ലാംഗ്വേജ് കുറച്ചും കൂടി ഇന്റലക്ച്വൽ ആൻഡ് ലാബറേറ്റ് ആയിരുന്നു. മാസ്ക് അല്ലെങ്കിൽ കോട്ട് എന്റർടൈൻമെന്റ്സ് ഉണ്ടായിരുന്നു. ട്രാജിക് കോമഡി ഈ സമയത്താണ് വന്നത്. തോമസ് മിഡിൽട്ടന്റെ ദ ചേഞ്ചിലിംഗ് എന്നുള്ള വർക്കിനകത്ത് ലസ്റ്റ്, ഡിസെപ്ഷൻ, മാഡ്നസ് ഒക്കെ വന്നു. സെക്ഷൽ കറപ്ഷൻ, ബിട്രയൽ ഒക്കെ തീംസ് ആയിട്ട് വന്നു. പിന്നെന്താണ്, സെറ്റിംഗ്സ് ആയിട്ട് കോർട്ട്, ബ്രോത്തൽസ്, അതായത് പ്രോസ്റ്റിറ്റ്യൂഷൻ സെന്റേഴ്സ്, പ്രിസൺസ് ഒക്കെ ആയിരുന്നു വന്നിരുന്നത്. ഗോസ്റ്റും സൂപ്പർ നാച്ചുറൽ എലിമെന്റ്സും ഉണ്ടായിരുന്നു. പിന്നെന്താണ്, കോംപ്ലക്സ് ആയിട്ടുള്ള വിമൻ ക്യാരക്ടേഴ്സും റിയലിസം ഒക്കെ ഇൻക്രീസ് ചെയ്തു. ജക്കോബിയൻ കോമഡി കുറച്ചുകൂടെ സറ്ററിക്കൽ ആൻഡ് മോറലിസ്റ്റിക് ആണ്. ദ ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞ ബെൻ ജോൺസന്റെ വർക്ക് എന്ന് പറയുന്നത് ഒരു ജക്കോബിയൻ കോമഡിയാണ് കേട്ടോ. ഇനി അടുത്ത ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കാളിദാസ ആസ് എ പ്ലേ റൈറ്റ് ആണ്. നമ്മൾ കാളിദാസൻ എന്ന് പറയുന്ന ഗ്രേറ്റസ്റ്റ് ക്ലാസിക്കൽ സാൻസ്ക്രിറ്റ് ഡ്രമാറ്റിസ്റ്റ് ആണ്. അദ്ദേഹം ഗുപ്ത ഡൈനാസ്റ്റി അല്ലെങ്കിൽ ഗുപ്ത പീരീഡിലായിരുന്നു ഫ്ലറിഷ് ചെയ്തിരുന്നത്. അദ്ദേഹത്തിന്റെ വർക്ക്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ കൾച്ചർ, മിത്തോളജി, ഫിലോസഫി ഓഫ് രസ, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിരുന്നു. കാളിദാസ 3 പ്ലേസ് ആണ് മേജർ 3 പ്ലേസ് ആണ് എഴുതിയിട്ടുള്ളത്. അഭിജ്ഞാന ശാകുന്തളം, മാളവികാഗ്നി മിത്രം, വിക്രമോർവശീയം. ഡ്രാമാസിനകത്ത് ഭരതന്റെ നാട്യശാസ്ത്ര സ്ട്രക്ചർ എല്ലാം ഫോളോ ചെയ്തിട്ട് ആ സ്റ്റൈലിലുമാണ് ഇദ്ദേഹം എഴുതിയിട്ടുള്ളത്. അഭിജ്ഞാന ശാകുന്തളമാണ് ഇദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ്. അതിനകത്ത് റൊമാൻറ്റിക് ആൻഡ് സ്പിരിച്വൽ ബ്യൂട്ടിയുടെ എപ്പിറ്റോം ആണെന്ന് ഈ ഒരു വർക്ക് നമുക്ക് പറയാൻ സാധിക്കും. കിങ് ദുഷ്യന്തനും ശകുന്തളയും തമ്മിലുള്ള ലവ് സ്റ്റോറി. ശകുന്തള എന്ന് പറഞ്ഞൊരു ഫോറസ്റ്റ് മെയ്ഡൻ ആണ്. അവരുടെ ലവ് ഫേസ് ചെയ്യുന്ന ട്രയൽസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇതിനകത്തൊരു ലോസ്റ്റ് റിങ്, ദുഷ്യന്തൻ ശകുന്തളയെ ഓർക്കുന്നത് ഒരു കാണാതെ പോയ മോതിരം വെച്ചിട്ടാണ്. ആ ലോസ്റ്റ് റിംഗ് ആണ് അയാളുടെ മെമ്മറി അല്ലെങ്കിൽ റെക്കഗ്നീഷനെ കാണിക്കുന്നത്. അവരുടെ ഫൈനൽ റിയൂണിനെ സാധ്യമാക്കുന്നത് ഈ ഒരു റിംഗ് ആണ്. ഹ്യൂമൻ ലവും ഡിവൈൻ ഡെസ്റ്റിനിയാണ് ഇതിനകത്ത് വരുന്നത്. കാളിദാസന്റെ ക്യാരക്ടേഴ്സ് എല്ലാം വളരെ നോബിൾ ആൻഡ് ഡിഗ്നിഫൈഡ് ആണ്, മോറലി സെൻസിറ്റീവ് ആണ്. എസ്പെഷ്യലി ഫീമെയിൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് വളരെ ഗ്രേസ്ഫുൾ ആയിട്ടുള്ള, പേഷ്യന്റ് ആയിട്ടുള്ള, പ്യൂരിഫൈഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് കേട്ടോ. വളരെ ചേസ്ഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്. നേച്ചറിനെ പേഴ്സോണിഫൈ ചെയ്തിട്ടുണ്ട്. ഫോറസ്റ്റ്, റിവർ ആൻഡ് സീസൺസ്. അദ്ദേഹം രസ തിയറി നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ശൃംഗാര രസ, ഇമോഷൻ ഓഫ് ലവ്. പിന്നെ റിയലിസവും ഐഡിയലിസവും തമ്മിൽ ബാലൻസ് ചെയ്തിട്ടുണ്ട്. മാളവികാഗ്നി മിത്രം എന്നുള്ള വാർക്കിനകത്ത് റോയൽ റൊമാൻസും ഒക്കെയാണ് കാണിച്ചിരിക്കുന്നത്. വിക്രമോർവശീയത്തിനകത്ത് ലവ് ബിറ്റ്വീൻ മോർട്ടൽ കിങ് പുരൂരവരശും ഉർവശിയും തമ്മിലുള്ള പിന്നെ ആ ഒരു ലവ് സ്റ്റോറിയാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഓൾ 3 പ്ലേസിനകത്ത് ലവ്, ലോസ് ആൻഡ് റിയൂണിയൻ ആണ്. ഈ ഒരു പാറ്റേണിലാണ് വന്നു പോയേക്കുന്നത് കേട്ടോ. 5 ആക്ട്സ് ആണ് അദ്ദേഹത്തിന്റെ വർക്കിനുള്ളത്. പ്രൊലോഗ് ഉണ്ട്, പിന്നെന്താണ്, ഡ്രീം, ഒമൻ, ഡിവൈൻ ഇന്റർവെൻഷൻ ഒക്കെ സ്കിൽഫുൾ ആയിട്ട് അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ട്. ശകുന്തളത്തിന് ഇംഗ്ലീഷിലൂടെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വില്യം ജോൺസ് ആണ് കേട്ടോ, അത് മറന്നു പോകരുത്. കാളിദാസനെ അതുകൊണ്ടാണ് ഇന്ത്യ ഷേക്സ്പിയർ എന്ന് വിളിക്കുന്നത്. പിന്നെ വെയിറ്റിംഗ് ഫോർ ഗോദോ ഞാൻ നേരത്തെ തന്നിട്ടുള്ളതാണ്, സാമുവൽ ബെക്കറ്റിന്റെ ആണ്. തിയേറ്റർ ഓഫ് ദി ഒരു അബ്സേർഡിസ്റ്റ് പ്ലേ ആണിത്. 2 ആളുകൾ, വ്ളാഡിമിറും എസ്ട്രജനും കൂടി ഗോദോ എന്ന് പറഞ്ഞൊരു മനുഷ്യന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻലെസ് ആയിട്ട്. പക്ഷേ ഈ ഗോദോ എന്ന് പറയുന്ന ആള് ഒരിക്കലും അറൈവ് ചെയ്യുന്നില്ല. അപ്പോൾ അയാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കുള്ള ഇവരുടെ ലൈഫിൽ സംഭവിക്കുന്ന അൺസർട്ടനിറ്റീസ്, മീനിങ്ലെസ്നെസ്, ആ ഒരു ലോജിക്കൽ ഇല്ലായ്മയൊക്കെയാണ് പറയുന്നത്. പ്ലേക്ക് 2 ആക്റ്റേ ഉള്ളൂ. റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഡയലോഗ്സും ഒക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ടൈം ആൻഡ് പ്ലേസ് അൺഡിഫൈൻഡ് ആണ്. അതായത് ഒരു സ്ഥലത്ത് വെച്ചല്ല, കൺട്രി, റോഡ്, ട്രീ, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു പോയിരിക്കുന്നത്. ഡയലോഗ് സർക്കുലർ ആണ്, റിപ്പീറ്റഡ് ആണ്. ഫുൾ കംപ്ലീറ്റ് ആയിട്ട് സൈലൻസ്, പോസസ്, കോൺട്രഡിക്ഷൻസ് ഒക്കെയാണ് വരുന്നത്. അൺകൺവെൻഷണൽ പ്ലോട്ടും ക്ലൈമാക്സും ഒക്കെയാണ്. എക്സിസ്റ്റൻഷ്യലിസ്റ്റ് തീംസ് ആണ്. മാൻ സെർച്ച് ഫോർ മീനിങ്. ഗോദോ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഗോഡായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഹോപ്പ് അല്ലെങ്കിൽ സാൽവേഷന് വേണ്ടി ഹ്യൂമൻ ബീങ്സ് വെയിറ്റ് ചെയ്തിരിക്കുന്നു.
പിന്നെ വ്ളാഡിമിർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റലക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനും എസ്ട്രജൻ എന്ന് പറയുന്നത് ബോഡി ആൻഡ് ഇമോഷനെയാണ് കാണിക്കുന്നത്. രണ്ട് ക്യാരക്ടേഴ്സും അവരങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്യാണ് ഫോർ ദർ എക്സിസ്റ്റൻസ്. സെക്കൻഡറി ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പോസോ ഉണ്ട്, ലക്കി ഉണ്ട്. ലക്കി സ്ലേവ് ആണ്, പോസോ മാസ്റ്റർ ആണ്. അത് എക്സ്പ്ലോയിറ്റേഷനും ഡോമിനേഷനെയും കാണിക്കുന്നു. ലക്കി എന്ന് പറയുന്നത്, ലക്കിയുടെ ഡയലോഗ്സ് എല്ലാം വളരെ ലോങ് ആയിട്ടുള്ള ഡയലോഗ്സ് ആണ്. പിന്നെന്താണ്, ഫ്യൂ പ്രോപ്പർട്ടീസ് മാത്രമാണ് അദ്ദേഹം ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ലീഫ്ലെസ് ട്രീയെ കുറിച്ചൊക്കെ ആക്ട് 2-നകത്ത് ഹിന്റ് ചെയ്യുന്നുണ്ട്. ലീഫ്ലെസ് ട്രീക്കകത്ത് ഫ്യൂ ലീവ്സ് സ്പ്രൗട്ട് ചെയ്തു എന്നൊക്കെ. പിന്നെ വെയിറ്റിംഗ് ഫോർ ഗോദോ എന്ന് പറയുന്നത് അരിസ്റ്റോട്ടലിയൻ സ്ട്രക്ചർ ഒന്നുമില്ല, ഇതിനെല്ലാം ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഒരു ലോജിക്കാലിറ്റിയും ഒന്നുമില്ല, യൂണിറ്റി ഓഫ് പ്ലേസും ടൈമും ആക്ഷനും ഒന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ജോർജ് ബെർണാഡ് ഷാ ആണ്. അദ്ദേഹം ഒരു ഐറിഷ് പ്ലേ റൈറ്റും ക്രിട്ടിക്കും റിഫോമറുമായിരുന്നു. അദ്ദേഹമാണ് മോഡേൺ ഇംഗ്ലീഷ് ഡ്രാമയെ ഇന്റലക്റ്റിലൂടെയും വിറ്റിലൂടെയും സോഷ്യൽ ക്രിറ്റിസിസത്തിലൂടെയും എന്ത് ചെയ്തത്, ട്രാൻസ്ഫോം ചെയ്തത്. അതായത് അദ്ദേഹം വ്യൂ ചെയ്തിരുന്നത് തിയേറ്ററിനെ ഒരു ഇൻസ്ട്രുമെന്റ് ഫോർ റീഫോം, മാറ്റം കൊണ്ടുവരുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ടാണ് അദ്ദേഹം തിയേറ്ററിനെ കണ്ടത്. അദ്ദേഹം മെലോ ഡ്രാമ, ഈ ആവശ്യമില്ലാത്ത റൊമാൻറ്റിക് ഐഡിയലിസത്തിനെ എല്ലാം റിജക്ട് ചെയ്തു. അദ്ദേഹത്തിന്റെ ഡ്രാമാസിനെ നമുക്ക് ഡ്രാമ ഓഫ് ഐഡിയാസ് എന്ന് വിളിക്കാം. അപ്പോൾ കോമിക് സ്റ്റൈലിലാണ് അദ്ദേഹം എഴുതിയത്. മോറൽ ആൻഡ് സീരിയസ് ആയിട്ടുള്ള സോഷ്യൽ ക്വസ്റ്റ്യൻസിനെയാണ് അദ്ദേഹം പുട്ട് ഫോർവേഡ് ചെയ്തത്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫേമസ് വർക്ക് എന്ന് പറയുന്നത് പിഗ്മാലിയൻ ആണ് 1913. അതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഫസർ ഹിഗ്ഗിങ്സ് എന്ന് പറഞ്ഞ ഒരാൾ ഒരു ഫ്ലവർ ഗേൾ എലീസ ഡൂ ലിറ്റിലിനെ ഒരു ലേഡിയാക്കി മാറ്റുവാണ് ത്രൂ സ്പീച്ച് ട്രെയിനിങ്. വളരെ പോളിഷ്ഡ് ലാംഗ്വേജ് പഠിപ്പിച്ചു കൊടുത്ത ആ കുട്ടിയെ ഒരു ലേഡിയാക്കാൻ മാറ്റുവാണ്. അപ്പോൾ ആ ഒരു ക്ലാസ് ഡിസ്റ്റിങ്ഷൻസും റിച്ച് ആൻഡ് പുവർ ക്ലാസും ലാംഗ്വേജിന് പ്രജുഡിസും മെയിൽ ഡോമിനൻസും ഒക്കെയാണ് ഇതിനകത്ത് സറ്ററൈസ് ചെയ്യുന്നത്. അപ്പോൾ എലീസ അവസാനം എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഡിപെൻഡന്റ് ലേഡിയായിട്ട് മാറുന്നു. അത് ആ ഒരു ഫെമിനിസ്റ്റ് ഐഡിയാസ് ആണ് ഇതിനകത്ത് കാണിക്കുന്നത്. പിന്നെ ആംസ് ആൻഡ് ദി മാൻ എന്ന് പറഞ്ഞൊരു വർക്കുണ്ട്. അത് ഈ വാറിനെ കുറിച്ചുള്ള ഐഡിയാസ് ഒക്കെ ഉണ്ടല്ലോ, ഒരു റൊമാൻറ്റിക് വാർ ഹീറോ, അതിനെ ഒരു തികച്ചും ഓപ്പോസിറ്റ് ആയിട്ട് ബ്ലഞ്ച്ലി എന്ന് പറഞ്ഞൊരു ആന്റി ഹീറോയിക് സോൾജിയറിനെ പ്രസന്റ് ചെയ്യുന്നതാണ്. പിന്നെ ബെർണാഡ് ഷായുടെ മാൻ ആൻഡ് സൂപ്പർമാൻ എന്ന് പറയുന്നത് ഫിലോസഫിക്കൽ ലവിനെയാണ് കാണിക്കുന്നത്. പിന്നെ സെയിന്റ് ജോവാൻ എന്ന് പറഞ്ഞൊരു വർക്ക് ഉണ്ട്, അത് ജോവാൻ ഓഫ് ആർക്കിനെ വെച്ചിട്ടാണ് കാണിക്കുന്നത്, ഒരു മോഡേൺ ഹീറോയിനെ കാണിക്കുന്ന പോലെ. അപ്പോൾ ക്യാരക്ടേഴ്സ് എല്ലാം ഇന്റലക്ച്വൽ ഡിബേറ്റേഴ്സ് ആണ്. ഡയലോഗ്സ് എന്ന് പറഞ്ഞ മോറൽ ആൻഡ് ഫിലോസഫിക്കൽ ആർഗ്യുമെന്റ്സ് ആണ്. പിന്നെന്താണ്, വളരെ വിറ്റി ആൻഡ് പാരഡോക്സിക്കൽ ആയിട്ടുള്ള ഡയലോഗ്സും ഉണ്ട്. അദ്ദേഹത്തിന്റെ പ്ലേസ് എന്ന് പറയുന്നത് എൻഡ് ചെയ്യുന്നത് വിത്തൗട്ട് എനി ഒരു പ്രോപ്പർ കൺക്ലൂഷൻ കാണത്തില്ല. ഓഡിയൻസിനെ തിങ്ക് ചെയ്യിപ്പിക്കുന്ന രീതിയിലായിരിക്കും. റൊമാൻറ്റിക് ട്രാജഡിയൊക്കെ ഷോ റിജക്ട് ചെയ്തിരുന്നു. അദ്ദേഹം തിയേറ്ററിനെ യൂസ് ചെയ്തിരുന്നത് റിലീജിയൻ, മാരേജ്, എത്തിക്സ്, സോഷ്യലിസം ഒക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ്. കോമഡി അദ്ദേഹം വെഹിക്കിൾ ഫോർ ട്രൂത്ത് ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. അത് ചിരിക്കാൻ വേണ്ടി മാത്രമല്ല, അദ്ദേഹത്തിന്റെ ലാംഗ്വേജ് വളരെ ഷാർപ്പ് ആൻഡ് ഹ്യൂമറസ് ആയിരുന്നു. നൊബേൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ അദ്ദേഹത്തിന് 1925 കിട്ടി. അടുത്ത അരിസ്റ്റോട്ടലിന്റെ പോയിറ്റിക്സ് ആണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. അരിസ്റ്റോട്ടലിന്റെ പോയിറ്റിക്സ് ഇത് എസ്സേ ആയിട്ട് ചോദിക്കാം. പോയിറ്റിക്സ് ബൈ അരിസ്റ്റോട്ടൽ എന്ന് പറയുന്നത് ഏർലിയസ്റ്റ് സർവൈവിംഗ് വർക്ക് ഓഫ് ലിറ്റററി ക്രിറ്റിസിസം ആണ്. ട്രാജഡിയാണ് അദ്ദേഹം ഹയസ്റ്റ് ഫോം ഓഫ് പോയിട്രി എന്ന് ഇതിനകത്ത് പറയുന്നത്. അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടൽ, ട്രാജഡി എന്ന് പറയുന്നത് ഒരു ആക്ഷനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന, ആ ആക്ഷൻ സീരിയസ് ആയിരിക്കണം, കംപ്ലീറ്റ് ആയിരിക്കണം, അതിനൊരു സർട്ടൻ മാഗ്നിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. അതിനകത്ത് അദ്ദേഹം ഇമിറ്റേഷൻ ഓഫ് ആൻ ആക്ഷനെ അദ്ദേഹം വിളിക്കുന്ന പേര് മിമസിസ് എന്നാണ്. മിമസിസ് എന്ന് വെച്ചാൽ ഇമിറ്റേഷൻ. ട്രാജഡിയുടെ പേർപ്പസ് എന്താണ്? കഥാർസിസ്, അതായത് പ്യൂരിഫിക്കേഷൻ. 6 എലമെന്റ്സ് ഓഫ് ട്രാജഡി അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പ്ലോട്ട്, ക്യാരക്ടർ, തോട്ട്, ഡിക്ഷൻ, അതായത് വേർഡ്സിന്റെ ചോയ്സ്, മെലഡി ആൻഡ് സ്പെക്ടക്കിൾ. സ്പെക്ടക്കിൾ എന്ന് വെച്ചാൽ സ്റ്റേജിൽ നമ്മൾ പ്രസന്റ് ചെയ്യുന്ന കാര്യങ്ങൾ. പ്ലോട്ടാണ് സോൾ ഓഫ് ട്രാജഡി എന്ന് പറയുന്നത്. അതാണ് ക്യാരക്ടറിനെക്കാട്ടിലും മോർ ഇമ്പോർട്ടൻ്റ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഒരു ഗുഡ് പ്ലോട്ടിന് യൂണിറ്റിയും ബിഗിനിങ്ങും മിഡിലും എൻഡും ഉണ്ടായിരിക്കണം. അതിന് ഒരു പ്രോബബിലിറ്റി ഉണ്ടായിരിക്കണം, ഒരു സീക്വൻസ് ഉണ്ടായിരിക്കണം. സിമ്പിൾ പ്ലോട്ട്സിന് 1 ലൈൻ ഓഫ് ആക്ഷൻ ആണ്. കോംപ്ലക്സ് പ്ലോട്ടിനകത്താണ് ഈ പെരിപ്പിറ്റി ആൻഡ് എഗ്നോസിസ് പോലുള്ള കാര്യങ്ങൾ വരുന്നത്. ഒരു ഐഡിയൽ ട്രാജിക് പ്ലോട്ട് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഒരു ഗുഡ് മാൻ അദ്ദേഹത്തിന്റെ ഹമേർഷ്യയിലൂടെ ഒരു എന്തായി മാറുന്നു, അദ്ദേഹത്തിന്റെ ലൈഫ് ഡിക്ലൈൻഡ് ആവുന്നു. ഇനി ഇദ്ദേഹത്തിന്റെ ഹീറോ എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, അതെല്ലാം ഇതിനകത്ത് പറയണം. ഈഡിപ്പസ് റെക്സ് ആണ് അരിസ്റ്റോട്ടലിന്റെ മോഡൽ എഴുതിയിരിക്കുന്ന ഒരു പെർഫെക്റ്റ് പ്ലേ. ഹാംലെറ്റും മാക്ബത്തും ഇതുപോലെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ക്യാരക്ടേഴ്സ് കൺസിസ്റ്റന്റ് ആയിരിക്കണം, ലൈക്ക് ആയിരിക്കണം, മോറലി അപ്രോപ്രിയേറ്റീവ് ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ വേർഡ് ചോയ്സും സ്റ്റൈലും റിതം ഓഫ് സ്പീച്ചും ഒക്കെ കറക്റ്റ് ആയിരിക്കണം. അരിസ്റ്റോട്ടിൽ ശരിക്കും പറഞ്ഞാൽ എപ്പിസോഡിക് പ്ലോട്ടുകൾക്ക് എതിരെയാണ്, ഈ ലോജിക്കൽ യൂണിറ്റി ഇല്ലാത്തതിനെതിരെയാണ് അരിസ്റ്റോട്ടിൽ. അദ്ദേഹം ട്രാജഡിയെ എപ്പിക്കിൽ നിന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ട്രാജഡി എന്ന് വെച്ചാൽ ഷോർട്ടർ ആണ്, അത് ആക്ഷനെ ബേസ് ചെയ്തിട്ടാണ്. പിന്നെ ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പോയിറ്റിക്സിനകത്ത് അദ്ദേഹം പറയുന്നത്. അപ്പം ട്രാജഡിയെക്കുറിച്ചുള്ള കറക്റ്റ് ഡെഫിനേഷനും അദ്ദേഹം പോയിറ്റിക്സിനകത്ത് പറയുന്നുണ്ട്. അത് പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് പഠിച്ചു വെക്കുക. ട്രാജഡി ഈസ് എൻ ഇമിറ്റേഷൻ ഓഫ് ആൻ ആക്ഷൻ ദാറ്റ് ഇസ് സീരിയസ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നൊരു സെന്റൻസ് ആണ്. ഇനി ഷേക്സ്പിയറിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ് ഡ്രാമ എന്ന് വെച്ചാൽ? വില്യം ഷേക്സ്പിയർ 1564 ജനിച്ചിട്ട് 1616 മരിച്ചത്. ഇംഗ്ലീഷ് ഡ്രാമയെ റവല്യൂഷനൈസ് ചെയ്തു. ട്രാജഡി, കോമഡി, ഹിസ്റ്ററി, റൊമാൻസ് ഇങ്ങനെയുള്ള പ്ലേസ് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ട്രാജഡീസ് എന്ന് പറയുന്നത് ഹാംലെറ്റ്, ഒഥല്ലോ, കിങ് ലിയർ, മാക്ബത്ത്.
ഹാംലെറ്റിനകത്ത് എന്താണ് മോറൽ കറപ്ഷനെ കുറിച്ചും ഇൻഡിസിഷൻ മേക്കിങ്ങിനെ കുറിച്ചും ഒക്കെയാണ് പറയുന്നത്. മാക്ബത്തിനകത്ത് അംബീഷനെ കുറിച്ച് പറയുന്നു. ഒഥലോയ്ക്കകത്ത് ജലസിയെ കുറിച്ച് പറയുന്നു. സെക്ഷൽ ജലസി, നമ്മുടെ കളിയാട്ടം സിനിമയാണല്ലോ സുരേഷ് ഗോപിയുടെയും മഞ്ജു വാര്യറുടെയും. ആ സിനിമയ്ക്കകത്ത് അതായത് ഒഥല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡ് വൈഫിനെ സംശയിച്ചും മറ്റൊരാളുമായിട്ട് ബന്ധമുണ്ടെന്ന് സംശയിച്ച് അവസാനം കൊല്ലുവാണ്. പിന്നീടാണ് തിരിച്ചറിയുന്നത് അതൊക്കെ വെറുതെ ഒരു ഫേക്ക് ആയിട്ടുള്ള കാര്യമായിരുന്നു എന്നൊക്കെ. കൂടെ നിന്ന് കൂട്ടുകാരൻ ചതിച്ചു എന്നുള്ള കാര്യമൊക്കെയാണ് അതിനകത്ത് വരുന്നത് ഒഥലോയ്ക്കകത്ത്. അതാണ് സെക്ഷൽ ജലസി. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ അതിനകത്ത് വില്ലൻ എന്ന് പറയുന്നത് ഇയാഗോ ആണ് കേട്ടോ. ഇയാഗോ എന്നാണ് ഒഥല്ലോയിലെ വില്ലൻ്റെ പേര്. പിന്നെ കോമഡീസ് എന്ന് പറയുമ്പോൾ ആസ് യു ലൈക്ക് ഇറ്റ്, 12th നൈറ്റ്, ഇതൊക്കെയാണ്. അത് ലവ്, വിറ്റ്, അതൊക്കെയാണ് വരുന്നത്. മിഡ്സമ്മർ നൈറ്റ്സ് ഡ്രീം എന്ന് പറഞ്ഞ വർക്കിനകത്ത് റിയാലിറ്റി പ്ലസ് ഫാൻറ്റസി ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി പ്ലേസ് ആണ് ഹെൻറി ദ ഫോർത്ത്, റിച്ചാർഡ് ദ തേർഡ്, ഹെൻറി ദ ഫിഫ്ത്ത് ഒക്കെ വരുന്നത്. അത് പൊളിറ്റിക്സിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. കോംപ്ലക്സ് ആയിട്ടുള്ള ക്യാരക്ടറൈസേഷൻ ആണ് കേട്ടോ ഇദ്ദേഹത്തിൻ്റെത്. അദ്ദേഹത്തിൻ്റെ വില്ലൻസ് അതൊക്കെ സൈക്കോളജിക്കലി ക്രെഡിബിൾ ആൻഡ് ഫാസിനേറ്റിംഗ് ആണ്. ഇംഗ്ലീഷ് വൊക്കാബുലറി അദ്ദേഹം എക്സ്പാൻഡ് ചെയ്തു. അയംബിക് പെൻഡമീറ്റർ ആണ് ഇദ്ദേഹം മാസ്റ്റർ ചെയ്തിരിക്കുന്നത്. ബ്ലാങ്ക് വേഴ്സിലൊക്കെ എഴുതിയിട്ടുണ്ട്. ലവ്, പവർ, ബിട്രയൽ, അംബീഷൻ ആണ് തീംസ്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമഡിയും ട്രാജഡിയും മിക്സ് ചെയ്ത് അദ്ദേഹം മർച്ചന്റ് ഓഫ് വെനീസ് ഉള്ള പ്ലേക്കകത്ത് എഴുതിയിട്ടുണ്ട്. ലാസ്റ്റ് റൊമാൻസസ് അല്ലെങ്കിൽ ലാസ്റ്റ് വർക്ക്സ് ആണ് ദ ടെമ്പസ്റ്റ്, സിംബലീൻ, ദ വിന്റർ സ്റ്റീല്. അതിനകത്തൊക്കെ ഒരു ഫോർഗീവ്നെസ് ഒക്കെയാണ് അദ്ദേഹം തീമായിട്ട് വരുന്നത്. അപ്പോൾ ഷേക്സ്പിയർ തിയേറ്ററിനെ ഒരു സ്പെക്ടക്കിളായിട്ട് തന്നെ യൂസ് ചെയ്തു. മ്യൂസിക്കും ഡാൻസും കോസ്റ്റ്യൂമും എല്ലാം യൂസ് ചെയ്തു. സപ്ലോട്ടുകളും എല്ലാം ഉണ്ട്. വിമൺ ക്യാരക്ടേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അദ്ദേഹത്തിൻ്റെ. ലേഡി മാക്ബത്ത്, റോസലിൻറ്റ്, പോർഷ്യ, ഇതൊക്കെ എന്ന് പറയുന്നത് ഹിസ്റ്ററി, മിത്ത്, ഇതെല്ലാം യൂസ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം. ഓക്കെ, അടുത്ത എപ്പിക് തിയേറ്റർ ആണ്. ബെർട്ടോൾട്ട് ബ്രെറ്റാണ് ഡെവലപ്പ് ചെയ്ത് 20th സെഞ്ചുറിയിൽ. ഓഡിയൻസിൻ്റെ ഇടയിൽ ഒരു ക്രിട്ടിക്കൽ കോൺഷ്യസ്നെസ് വളർത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അദ്ദേഹം അരിസ്റ്റോട്ടലിൻ്റെ കഥാർസിസ് എന്നുള്ളതിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരാളാണ്. ഓഡിയൻസിനെ കൊണ്ട് ചിന്തിപ്പിക്കുക അല്ലാതെ ഫീൽ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ബ്രെറ്റിൻ്റെ ഒരു പോളിസി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു തിയറി എന്ന് പറയുന്നത് ഏലിനേഷൻ എഫക്റ്റ് ആണ്. അതായത് ഓഡിയൻസിനെ പിന്നെ ക്യാരക്ടേഴ്സുമായിട്ട് ഒരു ഏലിനേഷൻ, അതായത് ഒരു ഒറ്റപ്പെടൽ ഉണ്ടാക്കിയിട്ട് ആ ഓഡിയൻസിനെ കൊണ്ട് തന്നെ വാട്ട് ഈസ് ഹാപ്പനിങ് ഓൺ ദ സ്റ്റേജിനെ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യിപ്പിക്കുക. അതിനെ വെർ ഫ്രം ഡങ്സ് ഇഫക്റ്റ് എന്നും വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ ഏലിനേഷൻ എഫക്റ്റ്, അല്ലെങ്കിൽ ഡിസ്റ്റൻസിങ് എഫക്റ്റ് എന്നും വിളിക്കാറുണ്ട്. അതായത് ഓഡിയൻസ് ഷുഡ് ബി അവെയർ ദാറ്റ് ദേ ആർ വാച്ചിങ് എ പെർഫോമൻസ്. അതിനകത്ത് മുഴുകിയിരുന്ന് കാണണ്ട എന്നുള്ളൊരു നിർബന്ധം അയാൾക്കുണ്ട്. പിന്നെ മദർ കറേജ് ആൻഡ് ചിൽഡ്രൻ എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക്. മദർ കറേജ് എന്ന് പറഞ്ഞൊരു ക്യാൻറ്റീൻ വുമൺ, അവരുടെ വോറിൽ നിന്നാണ് ഇവർ ഈ ബിസിനസ് നടത്തുന്നത്. അതായത് ഈ വോർ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി ഇവർ ബിസിനസ് നടത്തുന്ന സ്ത്രീയാണ്. പക്ഷേ അവരുടെ കുട്ടികളെല്ലാം വോറിൽ മരിച്ചു പോവാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഒരു ബ്രെറ്റിൻ്റെ പ്ലേക്കകത്ത് കോമഡിയും ഐറണിയും റിയലിസവും എല്ലാം ഉണ്ട്. സ്റ്റേജ് ഡിസൈനെ ഇദ്ദേഹം ഡിഫൈൻ ചെയ്തു. അതായത് സിമ്പിൾ സെറ്റാണ്, വിസിബിൾ ലൈറ്റിംഗ് ഉണ്ട്, സൈൻസ് ഉണ്ട്. അതുപോലെ തന്നെ ജസ്റ്ററും പിന്നെ ആക്ടേഴ്സിലും ജസ്റ്റേഴ്സ് യൂസ് ചെയ്ത ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഒരു സോഷ്യൽ ടൂൾ ആൻഡ് പൊളിറ്റിക്കൽ ടൂളായിട്ടാണ് ബ്രെറ്റ് തിയേറ്ററിനെ കണ്ടിട്ടുള്ളത് കേട്ടോ. മാർക്സിസ്റ്റ് ഐഡിയോളജിയൊക്കെ ഇതിനകത്ത് കാണാൻ സാധിക്കും. പിന്നെ ബ്രെറ്റിൻ്റെ ക്യാരക്ടേഴ്സ് എല്ലാം സോഷ്യൽ ടൈപ്സ് ആണ്, അല്ലാതെ സൈക്കോളജിക്കൽ ഇൻഡിവിജ്വൽസ് ഒന്നും അല്ല. നെക്സ്റ്റ് രസ തിയറിയാണ്. രസ തിയറി എന്ന് പറയുമ്പോൾ രസ തിയറിയെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനകത്തുനിന്ന് എസ്ഐ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ രസ തിയറി സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഈസ്തെറ്റിക്സിൻ്റെ ഫൗണ്ടേഷനാണ്. ഭരതമുനിയാണ് നാട്യശാസ്ത്രത്തിനകത്ത് രസ തിയറിയെക്കുറിച്ച് പറയുന്നത്. രസ എന്ന് വെച്ചാൽ എന്താണ്? എസൻസ് അല്ലെങ്കിൽ ഫ്ലേവർ എന്നാണ്. അതായത് നമ്മൾ ഒരു ആർട്ട് കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഇമോഷണൽ എക്സ്പീരിയൻസ്, അതാണ് രസ എന്ന് പറയുന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു ഭരതമുനി ഡ്രാമയുടെ പർപ്പസ് എന്ന് പറയുന്നത് തന്നെ ഈ രസ ഓഡിയൻസിൻ്റെ ഇടയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ 8 രസാസ് അല്ലെങ്കിൽ 9 രസ, ആദ്യമേ 8 രസാസ് ആയിരുന്നു ഇദ്ദേഹം കണ്ടുപിടിച്ചത്. പിന്നീട് 9 രസാസ് ഉണ്ട്, അതാണ് നവരസ എന്ന് പറയുന്നത്. ഒറിജിനൽ 8 എന്ന് പറയുമ്പോൾ ശൃംഗാര, ഹാസ്യ, കരുണ, രൗദ്ര, വീര, ഭയാനക, ഭീഭത്സ, അത്ഭുത. ലാസ്റ്റ് 1 എന്ന് പറയുന്നത് ലാസ്റ്റ് രസമാണ് ശാന്ത, അത് പിന്നീട് ആഡ് ചെയ്തതാണ് പീസ്. ഈച്ച് രസ എന്ന് പറയുന്നത് ഭാവങ്ങളുടെ കോമ്പിനേഷൻ, ഭാവാസിന്റെ കോമ്പിനേഷൻ കൊണ്ടാണ് വരുന്നത്. ഭാവ എന്ന് വെച്ചാൽ ഇമോഷൻസ് ആൻഡ് എക്സ്പ്രഷൻസ്. 3 ടൈപ്പ് ഭാവാസാണുള്ളത്. വിഭാവ അതായത് സ്റ്റിമുലസ്, അനുഭാവ അതായത് റിയാക്ഷൻ, വ്യഭിചാരി ഭാവ അതായത് ട്രാൻസിറ്ററി ഇമോഷൻ. പിന്നെ അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് ഞാൻ ബേസിക് ആയിട്ടുള്ള ടേംസ് ഇതൊക്കെയാണ്. അപ്പോൾ രസ തിയറി ഡ്രമാറ്റിക് തിയറിയാണ് കൊണ്ടുവന്നത്. അതായത് ഭരതമുനിയാണ് നാട്യശാസ്ത്രത്തിൽ രസ തിയറി അല്ലെങ്കിൽ ഈ ഒരു തിയറി കൊണ്ടുവന്നത്. പിന്നെന്താണ്, നമ്മുടെ കാണുന്ന ആളുകളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഈസ്തെറ്റിക് എക്സ്പീരിയൻസ്. അപ്പോൾ ഇതാണ് ഡ്രാമയുടെ അൾട്ടിമേറ്റ് എയിം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അല്ലാതെ ഇമിറ്റേഷനോ അനുകരണമോ അല്ല. ഇമോഷണൽ എക്സ്പീരിയൻസ് നമ്മുടെ ഇടയിൽ കൊണ്ടുവരിക, മനസ്സിൽ കൊണ്ടുവരിക, അതാണ് രസ എന്ന് പറയുന്നത്. ഒരു ഫുഡ് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ടേസ്റ്റ് കിട്ടുന്ന പോലെ തന്നെ ആർട്ട് കാണുമ്പോൾ നമുക്ക് രസ ഫീൽ ചെയ്യണം. ആ ഇമോഷൻ അല്ലെങ്കിൽ ആ എസൻസ് നമുക്ക് ഫീൽ ചെയ്യണം. ഇതാണ് അദ്ദേഹത്തിൻ്റെ രസ തിയറി എന്ന് പറയുന്നത്.
ഈ തിയറി ശരിക്കും പറഞ്ഞാൽ 6th ചാപ്റ്റർ ഓഫ് നാട്യശാസ്ത്രയിലാണ് പറയുന്നത്. രസാധ്യായ എന്നാണ് അതിനെ പറയുന്നത്. ചാപ്റ്റർ ഓൺ രസ. ഭരത എക്സ്പ്ലെയിൻ ചെയ്യുന്ന രസ എന്ന് പറയുന്നത് ഭാവങ്ങളുടെ ഭാവാസിനെ ബാലൻസ് ചെയ്ത് നല്ല രീതിയിൽ കോമ്പൈൻ ചെയ്യുമ്പോഴാണ് രസ രസ എറൈസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പം ഡ്രാമ എന്ന് പറയുന്ന ഒരു ഡിവൈൻ ആക്റ്റായിട്ടാണ് ഇദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇത് ഗോഡ്സ് ആണ് ക്രിയേറ്റ് ചെയ്തത്, ഹ്യൂമാനിറ്റിയെ പ്ലഷറിന് വേണ്ടിയും എഡ്യൂക്കേറ്റ് ചെയ്യാനും വേണ്ടിയും. അപ്പം നാട്യശാസ്ത്ര തിയേറ്ററിനെ ഒരു സിന്തസിസ് ആയിട്ടാണ് കാണുന്നത്, മിക്സ് ആയിട്ടാണ് കാണുന്നത് എല്ലാ ആർട്സിൻ്റെയും, മ്യൂസിക്കും ഡാൻസും പോയട്രിയുടെ ആക്ടിങ്ങിൻ്റെ എല്ലാം. സോ രസ എന്ന് പറയുന്ന ഒരു എസ്തറ്റിക് കാറ്റഗറി മാത്രമല്ല, ഒരു സ്പിരിച്വൽ ആൻഡ് എത്തിക്കൽ എക്സ്പീരിയൻസും കൂടിയാണ്. അപ്പം ഭരതന്റെ ഫേമസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇതാണ്: വിഭാവ അനുഭാവ വ്യഭിചാരി സംയോഗത് രസ നിഷ്പത്തി. അതായത് രസ എറൈസ് ചെയ്യുന്നത് വിഭാവ അനുഭാവ ആൻഡ് വ്യഭിചാരി ഭാവയുടെ കോമ്പിനേഷനിലൂടെയാണ്. അതായത് രസ പ്രൊഡ്യൂസ്ഡ് ആവുന്നത് വിഭാവ ഇമോഷണൽ കണ്ടീഷൻസും, അനുഭാവാസ് എക്സ്റ്റേണൽ എക്സ്പ്രഷൻസും, വ്യഭിചാരി ഭാവാസ് ഈ ചേഞ്ചിങ് ഫീലിങ്സിലൂടെയാണ് രസ ഉണ്ടാവുന്നത്. ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് നമുക്കൊരു ഡോമിനന്റ് ഇമോഷൻ കിട്ടുന്നു. അതാണ് സ്ഥായി ഭാവ. അപ്പോൾ സ്പെക്ടേറ്റർ ഈ ഒരു എമ്പതിയിലൂടെയും ഇമാജിനേഷനിലൂടെയും അവരുടെ എക്സ്പീരിയൻസിനെ പ്യൂരിഫൈഡ് ആക്കുന്നു. അങ്ങനെയാണ് അവർക്ക് രസ കിട്ടുന്നതെന്നാണ് പറയുന്നത്. അപ്പം ഇൻഡിവിജ്വൽ ഇമോഷൻസിനെ ഇത് ട്രാൻസ്ഫോം ചെയ്ത് ഒരു ഈസ്തറ്റിക് ഡിലൈറ്റിൽ കൊണ്ടുവരുവാണ്. ഇനി കമ്പോണൻസ് ഓഫ് രസ. 4 എസെൻഷ്യൽ കമ്പോണൻസ് ഓഫ് രസ ഉണ്ട്. അതാണ് ഫസ്റ്റ് വൺ വിഭാവ. അതായത് ഒരു സ്റ്റിമുലസ്, നമ്മളിൽ ഇമോഷൻ ഉണ്ടാക്കുന്ന ഒരു കാരണം. അതായത് ഒരു ലവറിനെ ഒരു 2 ലവേഴ്സ് നമ്മൾ ഇരിക്കുന്ന കാണുന്നു, ഒരു ബാറ്റിൽ ഫീൽഡ്, ഒരു സ്റ്റോം. അപ്പോൾ എക്സാമ്പിൾ എന്ന് വെച്ചാൽ ശകുന്തള ദുഷ്യന്തനെ കാണുവാണ്. അപ്പോൾ അവിടെ ശകുന്തളയ്ക്ക് ഒരു സ്റ്റിമുലസ് അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ ഉണ്ടാവുകയാണ്, ഒരു ഇമോഷൻ ഉണ്ടാവുകയാണ്. അവിടെ ഉണ്ടാകുന്ന രസം എന്ന് പറയുന്നത് അതാണ് വിഭാവ. അത് ശൃംഗാര രസ കൊണ്ടുവരുന്നു. അടുത്ത അനുഭാവ എന്ന് വെച്ചാൽ ഈ ഇമോഷൻ്റെ എഫക്റ്റ്. അതായത് നമ്മളിപ്പോൾ ഒരാളെ കാണുന്നു, ആ കാണുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ളൊരു വികാരം ഉണ്ടാവുന്നതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വിഭാവ എന്ന് പറയുന്നത്. കണ്ടു കഴിഞ്ഞിട്ട് നമ്മുടെ പുറത്ത് വരുന്ന ഇമോഷൻസ്, നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ജസ്റ്റേഴ്സ്, വേർഡ്സ്, ഇതൊക്കെയാണ് അനുഭാവ എന്ന് പറയുന്നത്. അതായത് ബ്ലഷ് ചെയ്യുന്നു, സ്മൈൽ ചെയ്യുന്നു, അതൊക്കെ. അടുത്തത് വ്യഭിചാരി ഭാവ. ടെമ്പററി ഫീലിങ്സ് ലൈക്ക് ഫിയർ, ഡൗട്ട്, ജലസി, ഇതൊക്കെയാണ് വ്യഭിചാരി ഭാവ എന്ന് പറയുന്നത്. ഇനി 33 ഭാവാസ് ഉണ്ട് നാട്യശാസ്ത്രത്തിൽ. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന സ്ഥായി ഭാവ, പെർമനൻ്റ് ആയിട്ടുള്ള ഇമോഷൻ. അതായത് ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന, സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു ഇമോഷൻ, ഒരു ക്യാരക്ടറിലോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിലോ. ലവ് ആവാം, കറേജ് ആവാം, സോറോ ആവാം. 9 രസാസ് ആണ് അടുത്തതുള്ളത്. ശൃംഗാര, ഹാസ്യ. ശൃംഗാര എന്ന് വെച്ചാൽ ലവ് അല്ലെങ്കിൽ റൊമാൻസ്. ഹാസ്യ ഹ്യൂമർ ഓർ ലാഫ്റ്റർ. കരുണ കമ്പാഷൻ അല്ലെങ്കിൽ പേത്തോസ്. രൗദ്ര ആങ്കർ. വീര ഹീറോയിസം. ഭയാനക ഫിയർ. ബീബൽസ ഡിസ്കസ്ഡ് ആവുക, വെറുപ്പ്. അത്ഭുത വണ്ടർ. ശാന്ത പീസ് ഓർ ട്രാങ്കുലിറ്റി. ശാന്ത എന്നുള്ള രസമാണ് ലാസ്റ്റ്. അഭിനവ ഗുപ്തയാണ് ലേറ്റർ ആയിട്ട് ആഡ് ചെയ്യുന്നത് 9th രസമായിട്ട്. ഈ രസാസാണ് ഇന്ത്യൻ ആർട്ടിൻ്റെ ഇമോഷണൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഒരു ആക്ടറിൻ്റെ റോള് വളരെ ക്രൂഷ്യലാണ് ഈ ഒരു ഭാവങ്ങളെ രസയിലോട്ട് മാറ്റി അഭിനയത്തിലോട്ട് ആക്കുന്നത്. 4 ടൈപ്സ് ഓഫ് അഭിനയം ഉണ്ട്. അംഗിക, വാചിക, ആഹാര്യ, സാത്വിക. അംഗിക എന്ന് വെച്ച് കഴിഞ്ഞാൽ അംഗങ്ങൾ കൊണ്ടുള്ള ബോഡിലി ജസ്റ്റേഴ്സ്. വാചിക എന്ന് വെച്ചാൽ വചനങ്ങൾ, സ്പീച്ച്. ആഹാര്യ എന്ന് വെച്ചാൽ കോസ്റ്റ്യൂമും മേക്കപ്പും. സാത്വിക എന്ന് വെച്ചാൽ ഇന്നർ ഇമോഷണൽ എക്സ്പ്രഷനും. ഇപ്പോൾ പെർഫോമർ സ്കിൽഫുൾ ആയിട്ട് ഈ ഒരു ഇമോഷനെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ സ്പെക്ടേറ്റർ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുന്നു. അതാണ് രസ അനുഭവ. ഈ ഒരു എക്സ്പീരിയൻസ് യൂണിവേഴ്സലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇമോഷനാണ്. അപ്പോൾ രസ എന്ന് പറയുന്ന ഒരു പേഴ്സണൽ ഇമോഷനെ മാറ്റി അതൊരു ഈസ്തറ്റിക് ബ്ലിസിലോട്ട് കൊണ്ടുവരുന്നു. അടുത്ത അഭിനവ് ഗുപ്തയുടെ കോൺട്രിബ്യൂഷൻ എന്താണ്? അദ്ദേഹം ഒരു കാശ്മീരി ഫിലോസഫറാണ് അഭിനവ് ഗുപ്ത. ഭരതൻ്റെ ഐഡിയാസിനെ ഇദ്ദേഹം എക്സ്പാൻഡ് ചെയ്ത് എഴുതി അദ്ദേഹത്തിൻ്റെ അഭിനവ ഭാരതി എന്നുള്ള വർക്കിനകത്ത്. അദ്ദേഹമാണ് പിന്നെന്താണ് സാധാരണീകരണ എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്, യൂണിവേഴ്സലൈസേഷൻ. അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഒരു സ്പെക്ടേറ്റർ ഒരു പ്ലേ കാണുമ്പോൾ അയാളുടെ ഇൻഡിവിജ്വൽ സെൽഫ് മറന്ന് എക്സ്പീരിയൻസസിനെയൊക്കെ, അതായത് അദ്ദേഹം ഒരു ഇമോഷൻ എക്സ്പീരിയൻസ് ചെയ്ത് ഒരു സ്പിരിച്വൽ ഫോമിലാക്കി മാറ്റുന്നു, അല്ലെങ്കിൽ ഒരു ജനറലൈസ്ഡ് ഫോമിലായി മാറുന്നു. ഈ ഒരു ഇമോഷണൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അയാളെ വേൾഡ്ലി പെയിനിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആക്കുവാണ്. നമ്മുടെ നല്ലൊരു സിനിമ കണ്ട് നമ്മൾ മനസ്സ് തുറന്ന് ചിരിക്കുവാണ്. നമ്മൾ അതേസമയം അനുഭവിച്ചു കൊണ്ടിരുന്ന ടെൻഷനൊക്കെ നമ്മൾ മതിമറന്ന് ചിരിക്കുവാണെങ്കിൽ ഈ ഒരു ബ്ലിസ്സാണ് നമ്മൾ അനുഭവിക്കുന്നത്. അതിനെയാണ് നമ്മൾ ആനന്ദ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബ്ലിസ്. അത് പ്യുവറാണ്. അഭിനവ ഗുപ്തയാണ് ശാന്തം എന്നുള്ള രസ അവസാനമായിട്ട് ആഡ് ചെയ്തത്. പിന്നെ രസയെ അദ്ദേഹം ഇന്ത്യൻ മെറ്റാഫിസിക്സുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. അതായത്
നമ്മളൊരു കാര്യം നമുക്കൊരു ഒരു കൈൻഡ് ഓഫ് ഈസ്തറ്റിക് എന്താ പറയുക, ഒരു കൈൻഡ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുവാണെങ്കിൽ നമ്മൾ നമ്മുടെ സെൽഫിനെ റിയലൈസ് ചെയ്യുവാണ് ആ ഒരു പെർട്ടിക്കുലർ ആർട്ടിലൂടെ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇനി വെസ്റ്റേൺ ക്രിട്ടിക്സും രസയെ അരിസ്റ്റോട്ടലിലെ കഥാർസിസുമായിട്ടും കമ്പയർ ചെയ്യുന്നുണ്ട്. രണ്ടും രസയാണെങ്കിൽ കഥാർസിസ് ആണെങ്കിൽ ഇമോഷണൽ പ്യൂരിഫിക്കേഷൻ ആണ്. പിന്നെ കഥാർസിസ് വെച്ചാൽ ഇമോഷനെ റിലീസ് ചെയ്യുന്നു. രസ എന്ന് പറയുന്നത് ഇമോഷനെ നമ്മളൊന്ന് റിലീസ് ചെയ്യുവാണ്. അരിസ്റ്റോട്ടൽ ഇമിറ്റേഷനെ ഫോക്കസ് ചെയ്യുന്നു. ഭരത എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫോർമേഷനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ രസ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഹോളിസ്റ്റിക് ആണ്, സ്പിരിച്വൽ ആണ്, സൈക്കോളജിക്കലാണ്. അപ്പോൾ രസ തിയറി കാളിദാസനെയും അങ്ങനെയുള്ള സാൻസ്ക്രിറ്റ് പ്ലേ റൈറ്റ്സിനെയൊക്കെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. വിജ്ഞാന ശാകുന്തളത്തിൽ ശൃംഗാര രസമാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഭാസന്റെ ഊരുഭംഗ എന്നുള്ള പ്ലേക്കകത്ത് കരുണരസമാണുള്ളത്. ശൂദ്രകയുടെ മൃച്ഛകടിക എന്നുള്ള വർക്കിനകത്ത് ശൃംഗാരരസവും ഹാസ്യരസവും ഉണ്ട്. ഭരതനാട്യത്തിലും കഥകളിയിലും മുദ്രകളും ഫേഷ്യൽ എക്സ്പ്രഷൻസും അഭിനയമൊക്കെ ഒക്കെ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രസ തിയറി എന്ന് പറയുന്നത് ഇന്ത്യൻ പൊയറ്റിക്സിന് തന്നെ ഒരു ഹാർട്ടാണ് കേട്ടോ, ഒരു സെൻട്രൽ ആയിട്ടുള്ളൊരു തിയറിയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് ഇതിനകത്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് എന്ന് പറയുന്നത്.